രാജാവും പരിവാരങ്ങളും കല്ലെ പിളർക്കുന്ന കൽപ്പനകളും നമുക്ക് കേട്ടുകേൾവിയേ ഉള്ളൂ. ഗർഭശ്രീമാനെന്ന് പുകൾപെറ്റ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളിൻ്റെ ജീവിതയാത്രയിലെ ചില ഏടുകൾ നൃത്ത സംഗീതങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ. മലയാളം നാടകം സ്വാതിയുടെ സന്നിധിയിൽ. तव पदरदमयी गोपालक पाहि मां अनिशम् 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 पल्लव पाप विमोचना पवितरादिनवद पल्लव तानादरि चन्दरि उदरि तिलान तिलनाचनदरि चित्ताकृत जंजम चित्ताकृत जंजम चित्ताकृत जंजम गोपालक तानादरि चन्दरि उदरि ിലനാഥനരി ചിത്താകിട ജംജം ചിത്താകിട ജംജം ചിത്താകിട ജംജം ഗോപാലക പാഹി മാം അനിശം सरोजनाथलोकनायक रस रस सुवचन सरोजनाथलोकनायक भूरि करुण तनुजित मनसिज भुजगराज शयना हरे रस सुवचन सरोजनाथलोकनायक भूरि करुण तनुजित मनसि भुजगराज शयमुरशास तानादरि चन्दरि उदरि तिलान तिलनाकरतरु चित्ताकृत जंजम चित्ताकृत जंजम चित्ताकृत जंजम गोपालक पाहि मां अनिशम् रदमयी गोपालक पाहि मां अनिशम् अनिशम्
പ്രേമികളെ സ്വരരാഗാമൃതത്തിൽ ആറാടിച്ച് മഹാരാജ സ്വാതി തിരുനാൾ. അനിതര സാധാരണമായ സാമർഥ്യത്തോടും നീതിയോടും കൂടി തിരുവിതാംകൂർ രാജപദവി അലങ്കരിച്ചിരുന്ന മഹാനും സംഗീത സാഹിത്യ പാരംഗതനും ധീരനും ശൂരനും കുശാഗ്രബുദ്ധിയും ഗർഭശ്രീമാനുമായിരുന്നു ശ്രീ പത്മനാഭദാസ വഞ്ചിബാല രാമവർമ്മ കുലശേഖര കിരീടപതി ശ്രീ സ്വാതി തിരുനാൾ. ഈ രാജ്യത്ത് അവശേഷിപ്പിച്ച സംഗീത പാരമ്പര്യത്തിൽ മാത്രമല്ല, ശാസ്ത്രത്തിന്റെയും സാഹിത്യത്തിന്റെയും നവീന വിദ്യാഭ്യാസത്തിന്റെയും പാരമ്പര്യത്തിലാണ് സ്വാതി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നത്. സ്വരശ്രുതികളുടെ താളലയം സൃഷ്ടിച്ച ഒരു കടലായിരുന്നു സ്വാതി ഹൃദയം. സംഗീതജ്ഞനിലെ രാജാവും രാജാക്കന്മാരിലെ സംഗീതജ്ഞനുമായിരുന്ന സ്വാതിയുടെ സന്നിധിയിൽ
വയ്യ. സ്വാതി, ബാ, അമൃതത്തിന് സമയമായി. തിരുവിതാംകൂറിന്റെ ഈ കിരീടം ഉണ്ണിയുടെ ശിരസിൽ നന്നായി ശോഭിക്കട്ടെ. അതെ അതെ, ഉണ്ണി ഈ നാടിന്റെ അഭിമാനം കാകട്ടെ. ജ്യേഷ്ഠൻ തിരുമനസ് നീണാൽ വാഴട്ടെ. സ്വാതിരുനാൾ മഹാരാജാവ് നീണാൽ വാഴട്ടെ. എന്റെ ശ്രീപത്മനാഭ, ജ്യേഷ്ഠത്തെ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഇതാ ഇവിടെ പൂർത്തിയാക്കി. ഉണ്ണിയുടെ ഗുരുനാഥൻ കൂടിയായ ദിവാൻ സുബ്രാവു സ്വാതിയോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അടിയൻ. ഗുരുനാഥന് ഇരിക്കാം. നർത്തകിമാരോട് വരാൻ പറയൂ. മലയധ്വജ പാണ്ഡ്യ സഞ്ജാതേ മാതംഗ വദന ഗുഗമാതേ മലയധ്വജ പാണ്ഡ്യ സഞ്ജാതേ മാതംഗ വദന ഗുഗമാതേ മലയധ്വജ പാണ്ഡ്യ സഞ്ജാതേ മാതംഗ വദന ഗുഗ ചാതോദരി ശങ്കരി ചാതോദരി ശങ്കരി ചാമുണ്ടേശ്വരി ചന്ദ്രകലാധരി തായേ ഗൗരി ദാദാ നിദദ 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 നിപമദാദ നിരിസ നിസദ നിസദ പമമദാദ നിഗരി നിരിസദ നിസദ പമദാദ മദമ പമ പദ ധനി ദമദാദ നിസ നിദ നിദാദ മദനി മനിദാദ സസ പദ നിദാദ ആദരി സനിദാദ പദാദ നിദാദ സദ നിദ മകരി സനിദനി സനി നിദദ പമദാദ നിദദ 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 നിപമദാദ നിസനി സദ നിസദ പമദാദ നിഗരി നിസദ നിസദ പമദ മഗ പമ പമ പദ നിദ പദ നിസനി നിദാദ മദനി മനിദ സസ പദ നിദ മദനി സനിദാദ പദാദ നിദ സദരി ദ മദനി സനിദ സനി നിദ പമ മാതേ മലയധ്വജ പാണ്ഡ്യ സഞ്ജാതേ മാതംഗ വദന ഗുഗ മാതേ. നൃത്തം അസലായി. ആരവിടെ? ഇവർക്ക് വേണ്ട ഉപഹാരങ്ങൾ കൊടുത്തയക്കൂ. ദിവാൻ മദ്രാസി ഗവർണറെ കാണുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളു. അങ്ങനെയാകട്ടെ തമ്പുരാനെ. സാരസാക്ഷ പരിപാലയ മാമയി സന്തതം
करुणया जगदीश सारसाक्ष परिपालय मामयि सन्ददम् करुणया जगदीश सारसाक्ष परिपालय मामयि सन्ददम् करुणया जगदीश सारसाक्ष परिपालय. ആരാ ഈ സ്വരമാധുര്യത്തിന്റെ ഉടമ? മാരാർ, ഗോവിന്ദ മാരാർ. ഷഡ്കാല ഗോവിന്ദ മാരാർ. നാം അങ്ങെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. മാരാരുടെ രാഗവിസ്താരം ഒന്നുകൂടി ആവാം. പരിപാലയ ശ്രീ പരിപാലയ ശ്രീ പരിപാലയ ശ്രീ പത്മനാഭമുരാരേ പരിപാലയ ശ്രീ പത്മനാഭമുരാരേ പരിപാലയ ശ്രീ പത്മനാഭമുരാരേ പരിപാലയ ശ്രീ പത്മനാഭമുരാരേ പരിപാലയ താമരസായക ലോചന ചാരുതനോ താമരസായക ലോചന ചാരുതനോ ധരണീധര ധരവര താമരസായക ലോചന ചാരുതനോ ധരണീധര ധരവര ധാമ വിരാജിത ദാരുൺ ധനുഭവഗന വിപിന ദഹന പരിപാലയ കൊട്ടാരത്തിലെ കലാകാരന്മാരോടൊപ്പം താങ്കളും വേണം ഇനി മുതൽ. അടിയന്റെ ഭാഗ്യം. ജ്യേഷ്ഠ, നമ്മുടെ യുവരാജാവ് സ്വാതിയുടെ പോക്ക് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. റാണി തിരുമനസ് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഗർഭശ്രീമാനായ ഉണ്ണിക്ക് ഇംഗ്ലീഷുകാരെന്ന് കേട്ടാൽ പുച്ഛമാണ്. കമ്പനി മേലധികാരികളെ ഉണ്ണി പരസ്യമായി ശകാരിക്കുന്നു എന്നതാണ് പരാതി. ഓഹോ, അത്രോളം വരെ എത്തിയോ? ലോകത്തിലെ നാനാഭാഷകളിലെ എത്ര പുസ്തകങ്ങളാണ് സ്വാമി വായിച്ച് തള്ളുന്നത്. ഉണ്ണി നമ്മോട് ഓരോന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും നമുക്ക് പറയാനാവില്ല. എന്ന് പറഞ്ഞാൽ പറ്റുമോ? ആപത്തിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. സംഗതിയൊക്കെ ശരിയാണ്. ഇന്നാളിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്ന് ദേശാഭിമാനത്തെ കുറിച്ച് ഒരു ഭാഗം വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇംഗ്ലീഷുകാർ രാജസ്നേഹികളാണെന്ന് അവകാശപ്പെടുന്നു. പിന്നെ എന്തുകൊണ്ട് അവർ നമ്മുടെ ദേശാഭിമാനം അംഗീകരിക്കുന്നില്ല? നമ്മെ ഭരിക്കാൻ എന്താണ് അവകാശം? നമ്മെ ഭരിക്കുകയല്ല, ശത്രുക്കളെ നിന്ന് രക്ഷിക്കാനാണ് അവർ ഇവിടെ പാളയം അടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നോക്കി. എന്ത് ബലം! അച്ഛൻ ഉമ്മാക്കി കഥ പറഞ്ഞ് എന്നെ ഉറക്കാനാണോ ഭാവം എന്നായിരുന്നു ഉണ്ണിയുടെ മറുചോദ്യം. നമ്മൾ ഇംഗ്ലീഷുകാരെ കുറിച്ച് പറഞ്ഞാൽ അത് രാജദ്രോഹമാകും. ആ, ഇങ്ങനെയൊക്കെ ആയാൽ കുറച്ച് രാജദ്രോഹമൊക്കെ ചെയ്യേണ്ടതായി വരും. ഉണ്ണിയുടെ സാമർഥ്യം ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കാനാവരുത്. ഇളയമ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നു. ഇംഗ്ലീഷുകാരോടുള്ള ഉണ്ണിയുടെ നിലപാട് ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. നമ്മുടെ അഭിമാനത്തിന് ചേർന്ന ആണ് ഉണ്ണിയുടെ ഇപ്പോഴത്തെ പോക്ക്. അഭിമാനത്തിന്റെ കാര്യം അതങ്ങ് വിടണം. ആനയും വണങ്ങണം, ആന പിണ്ടത്തെയും വണങ്ങേണ്ടി വരുന്നു. നമുക്ക് എന്ത് അഭിമാനം! എന്താണ് ഉണ്ണി ഇങ്ങനെ ഗുരുത്വമല്ലാതെ സംസാരിക്കുന്നത്? അമ്മേ, നാം ഒരിക്കലും ഗുരുത്തക്കേട് കാണിക്കില്ല. അമ്മ ശോഭിക്കരുത്. നാം ഒന്ന് ചോദിക്കട്ടെ,
രാജകുടുംബ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോലും കമ്പനിയുടെ അനുവാദം വേണ്ടേ? ആരാണവർ? അവർക്ക് എന്താണ് ഇവിടെ അധികാരം? ഇത് അംഗീകരിക്കാൻ നമ്മുടെ അഭിമാനം അനുവദിക്കാൻ തോന്നുന്നുണ്ടോ? നമ്മുടെ ശിരസിൽ തിരുവിതാംകൂറിന്റെ കിരീടം ഒരു അലങ്കാരം മാത്രമല്ല, എത്രയും പെട്ടെന്ന് നാം അവരെ ചവിട്ടിപ്പുറത്താക്കും. ഉണ്ണി, എന്റെ ശ്രീപത്മനാഭ, ഇത് കമ്പനി ഓഫീസർമാർ അറിഞ്ഞാൽ അവർ പ്രസിഡന്റിനോട് പോയി പറയുമായിരിക്കും. അതെ, പറയണം. അല്ലെങ്കിൽ നമുക്ക് പറയേണ്ടതായി വരും. ഉണ്ണി, വെറുതെ കൊഴുപ്പകൾ ക്ഷണിച്ചു വരുത്തരുത്. നാളെ മദ്രാസ് ഗവർണറെ കാണാൻ പറഞ്ഞിട്ടില്ലേ? അയാളോട് പരിധി വിട്ടൊന്നും സംസാരിക്കരുത്. ഇതൊക്കെ നാം ആരും ക്ഷണിക്കാതെ ഇവിടെ വന്ന് കയറിയ കുഴപ്പങ്ങളാണ്. ഗവർണറോട് പറയാനുള്ളത് പറയുകയും അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങുകയും ചെയ്യും. നമ്മുടെ കുലകൂടസ്ഥരായ വീരമാർത്താണ്ഡവർമ്മയുടെ പൗരുഷവും ധർമ്മരാജാവിന്റെ കലാഹൃദയവും കെടാതെ സൂക്ഷിക്കുന്ന തിരുവിതാംകൂർ രാജാവായിരിക്കും ശ്രീ പത്മനാഭദാസൻ മാത്രമായ ഈ സ്വാതി തിരുനാൾ ബാലരാമവർമ്മ. ഈ സ്വാതി തിരുനാൾ ഒരിക്കലും കമ്പനിദാസനാവുകയില്ല. ഇത് സത്യം, 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 സത്യം. സ്വാതി തിരുനാൾ മഹാരാജാവ് എത്തിയിട്ടുണ്ട്. വരാൻ പറയൂ. വെൽക്കം, വെൽക്കം മഹാരാജ. യുവർ ഹൈനസ്, താങ്കളുടെ ഈ സന്ദർശനത്തിൽ നാം വളരെ സന്തുഷ്ടനാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് അങ്ങേക്കുള്ള നിലപാട് എന്താണെന്ന് അറിയാൻ നമുക്ക് വളരെ താല്പര്യമുണ്ട്. ശാസ്ത്ര ചിന്തകളിലൂടെ മുന്നേറുന്ന ജനസമൂഹത്തിൽ നിന്നും പലതും ഗ്രഹിക്കാനുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. That's right. ഭരണപരമായി നമ്മിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാനുണ്ടോ? ഉണ്ടല്ലോ. എന്താണത്? നമ്മുടെ പ്രജകളെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ തുടങ്ങണം. മാരകമായ രോഗം വന്നാൽ ചികിത്സിക്കാൻ വേണ്ട സൗകര്യം. ഈശ്വരവിശ്വാസവും മന്ത്രവാദവും കൊണ്ട് രോഗം മാറുകയില്ലല്ലോ. യെസ് യെസ്. അതിന് അലോപ്പതി ചികിത്സ ഇവിടെയും തുടങ്ങണം. സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ടവർക്ക് വേണ്ട സൗജന്യ ചികിത്സ. ആവശ്യമായ ബിഷഗുരന്മാരെ അയച്ചു തരണം. വണ്ടർഫുൾ ഐഡിയ. Then നാട്ടിലിപ്പോൾ ഒരു നിയമവ്യവസ്ഥയും ഇല്ല. ഒരു ക്രിമിനൽ കോഡും ഒരു സിവിൽ കോഡും അത്യാവശ്യമാണ്. നാട്ടിലെ കൃഷിയും ഗതാഗതവും മെച്ചപ്പെടുത്തുവാൻ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങണം. ഗുഡ് ഗുഡ് യുവർ ഹൈനസ്, എക്സലന്റ് ഐഡിയ. താങ്കളെ പോലെ പ്രജകളെ സ്നേഹിക്കുന്ന ഒരു നാട്ടുരാജാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പണ്ഡിതനായ ഒരു രാജാവിനെ സന്ദർശിക്കുവാനാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്നാൽ പരിചയപ്പെട്ടപ്പോൾ അങ്ങൊരു പണ്ഡിതൻ മാത്രമല്ല, ഒരു നല്ല ഭരണതന്ത്രജ്ഞൻ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലായി. താങ്ക് യു, യുവർ എക്സലൻസി. വരണം. അങ്ങയുടെ ബഹുമാനാർത്ഥം ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്തിട്ടേ പോകാവൂ. വരണം. എന്താ നട്ടുവരെ സൗഖ്യം തന്നെയല്ലേ? ദൈവാനുഗ്രഹത്താൽ മഹാരാജാവ് ആവശ്യപ്പെട്ട പ്രകാരം നൃത്തം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നൃത്തം ആരംഭിക്കാം. നൃത്യത്തി നൃത്യത്തി സാംബ ശിവോ, നൃത്യത്തി നൃത്യത്തി സാംബ ശിവോ, ധൃതതോ 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 ഇതി നൃത്യത്തി നൃത്യത്തി സാംബ ശിവോ, ധൃതതോ 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 ഇതി നൃത്യത്തി നൃത്യത്തി സാംബ ശിവോ, ധൃതതോ 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 ഇതി നൃത്യത്തി നൃത്യത്തി സാംബ ശിവോ, ധൃതതോ 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 ഇതി
नृत्यति साम्ब शिवो धृततो 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 इति नृत्यति नृत्यति साम्ब शिवो धृततो 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 നൃത്തം അസലായി, നട്ടോയുടെ ആലാപനവും. ആരവിടെ? ഇവർക്ക് വേണ്ട ഉപഹാരങ്ങൾ കൊടുത്തേക്കൂ. ബഹുമാനപ്പെട്ട ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ കല്ലൻ എത്തിയിട്ടുണ്ട്. വരാൻ പറയൂ. ഉണ്ണി, ഈ ഒരവസ്ഥയിൽ ഉണ്ണി റെസിഡന്റിനെ കാണാതിരിക്കുന്നതല്ലേ നല്ലത്? എന്നിട്ട് നാം കണ്ടുകൊള്ളാം. അത് ശരി, അയാൾ പറയുന്നതെല്ലാം അങ്ങ് അംഗീകരിച്ച് കൊടുത്തേക്കാം അല്ലേ? ഉണ്ണി, ശ്രീപത്മനാഭൻ തന്നെ ഉണ്ണിക്ക് നേർവഴി കാട്ടട്ടെ. ആരവിടെ? ദിവാൻ സുബ്രാവിനോട് വരാൻ പറയും. തിരുമനസ്സുകൊണ്ട് അടിയനെ കൽപ്പിച്ചു വിളിപ്പിച്ചതോ? റെസിഡന്റ് അവറുകൾ വരാറായിട്ടുണ്ട്. അടിയനെ വീണ്ടും ദിവാനാക്കിയത് റെസിഡന്റ് കല്ലന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. റെസിഡന്റിന്റെ ഇഷ്ടമനുസരിച്ചല്ലോ നമ്മുടെ ദിവാന്റെ നിയമനം. റെസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഗുരുനാഥനും കൂടെ ഉണ്ടായിരിക്കണം. അടിയൻ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിസ്റ്റർ കല്ലൻ. അടിയന്തരമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അടിയന് വിട നൽകിയാലും. മഹാരാജ സ്വാതി തിരുനാളിന്റെ ഭരണത്തെക്കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. എല്ലാം ശ്രീപത്മനാഭന്റെ അനുഗ്രഹം. യു മസ്റ്റ് സേ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കേണൽ മൺറോ അദ്ദേഹമാണ് ഗർഭശ്രീമാനായ താങ്കളെയും തിരുവിതാംകൂറിനെയും രക്ഷിച്ചത്. അതർവൈസ് യുവർ കൺട്രി വിൽ ബി ദ പാർട്ട് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. യെസ് മിസ്റ്റർ കല്ലൻ, ഐ ഡു എഗ്രി. പക്ഷേ അതിന് ഈ രാജപരമ്പര കൊടുത്ത വില ഭാവി ചരിത്രം കടുത്ത ലിപികളിലായിരിക്കും വായിക്കുക. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യുവർ സ്റ്റേറ്റ്മെന്റ് മിസ്റ്റർ മഹാരാജ്. അമ്മ മഹാറാണിയുടെ സമയത്ത് നിങ്ങൾ പല വിധത്തിൽ ഈ നാടിനെ മുതലെടുത്തല്ലേ? വീരപഴശ്ശിയെ പോലെയുള്ളവരെ ഒന്ന് എതിർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? മിസ്റ്റർ മഹാരാജൻ, താങ്കളുടെ പുരാണങ്ങൾ കേൾക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. കമ്പനിയുടെ അറിവോടെയല്ല നിങ്ങളുടെ പല ഭരണ പരിഷ്കാരങ്ങളും. നിയമപരമായി നിങ്ങൾ കമ്പനിക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത്. യു ആർ മിസ്റ്റേക്കൻ മിസ്റ്റർ കല്ലൻ. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്കല്ല അടിമ. ശ്രീ പത്മനാഭനാണ്, ശ്രീ പത്മനാഭദാസൻ. അതുകൊണ്ട് ഖജനാവ് നിറയുമോ? യു ഹാവ് എനി ജസ്റ്റിഫിക്കേഷൻസ് ഓൺ എനോമസ് മണി സ്പെൻഡിങ്സ് ഫോർ ആർട്സ്? കലാകാരന്മാർ രാജ്യത്തിന്റെ സ്വത്താണ്. അവരാണ് കാലത്തിന് കാവൽക്കാർ. Maybe, but there are agreements between Tiruvitamkoor and East India Company. നിങ്ങൾ അത് ഫോളോ ചെയ്തേ മതിയാക്കൂ. അമ്മ മഹാറാണി തന്ന കരാറത്താണ്. എനിക്കറിയാം, അമ്മ മഹാറാണിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. ആ കരാറിന്റെ പിൻബലത്തിലാണ് ഇന്ന് നിങ്ങൾ രാജ്യം ഭരിക്കുന്നത്. ഇത് പറയാൻ പോലും നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ രാജപരമ്പരയുടെ ഔദാര്യം കൊണ്ടല്ലേ? മഹാരാജൻ, താങ്കൾ സത്യത്തെ അംഗീകരിക്കുന്നില്ല. ഇവിടെ കലയ്ക്കും കലാകാരന്മാർക്കുമായി ധാരാളം പണം ദൂർത്തടിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് പ്രയോജനം? അത് നിങ്ങളെ പോലെ അതെ, മനസ്സിലാകില്ല. ബട്ട് വൺ തിങ് ഐ വാണ്ടഡ് ടു സേ, തിരുവിതാംകൂറിനെ കുറിച്ച് നല്ല റിപ്പോർട്ട്സ് അല്ല പ്രഭുവിന്റെ അടുത്ത് കിട്ടുന്നത്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഗൈഡ് യു. മിസ്റ്റർ കല്ലൻ, ഈ സംസാരം നമുക്കിവിടെ നിർത്താം. ഒരു രാജ്യത്ത് രണ്ട് ഭരണം വേണ്ട. ഒന്നുകിൽ നാം, അല്ലെങ്കിൽ നിങ്ങൾ. യെസ് മിസ്റ്റർ ഹൈനസ്, നമുക്ക് കാണാം. അതെ, നമുക്ക് കാണാം. തിരുമനസ് ക്ഷമിക്കണം. അവിടുന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുകയാണ്. അങ്ങ് വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട. ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ നേരിടുകയാണ് വേണ്ടത്. എന്താണ് വേണ്ടതെന്ന് നമുക്കറിയാം.
ദിവാൻ തൂലികയും കടലാസും എടുക്കൂ. നാം മദ്രാസി ഗവർണർക്ക് എല്ലാം തുറന്നെഴുതാൻ പോവുകയാണ്. എന്താണ് ദിവാനെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്? ഇളയമ ക്ഷമിക്കണം, ഇത് ദിവാനും രാജാവും തമ്മിലുള്ള ഭരണകാര്യങ്ങളാണ്. ശിഷ്യനെ കൊലക്കി കൊടുത്താലേ ഗുരുനാഥന് തൃപ്തിയാകൂ? റാണി തിരുമനസ്സിൽ ഞാൻ ആജ്ഞാനുവർത്തിയായ ഒരു ദിവാൻ മാത്രമാണ്. പിന്നെ ഞാൻ ഉപദേശിക്കാറേ ഉള്ളൂ, വഴിതെറ്റിക്കാറില്ല. ഇളയമേ, സുബ്രാവ് തിരുവിതാംകൂറിന്റെ ദിവാനാണ്. ദിവാൻ എന്ത് ചെയ്യണമെന്ന് രാജാവ് കൽപ്പിക്കും. ഉണ്ണിയുടെ മാനസിക നില വല്ലാതങ്ങ് തെറ്റിയിരിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കൊട്ടാരത്തുനിന്ന് ശോഭിച്ചാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതിന് നാം പോയി അയാളുടെ കാല് പിടിക്കണമെന്നാണോ? ജ്യേഷ്ഠൻ തിരുമനസ് ആരുടെയും കാല് പിടിക്കണമെന്നല്ല അടിയൻ പറയുന്നത്. അവിടുത്തെ നിസ്സാരമായ പിടിവാശികൾ കാരണം ഈ നാട് കുട്ടിച്ചോറാക്കരുത്. തിരുമനസ്സേ, ഇത് ഉത്തരത്തിന്റെ അഭിപ്രായം തന്നെയാണോ? അതെ തിരുമനസേ, നമ്മുടെ തന്നെ. ഇനിയും വളരെ കരുതലോടുകൂടി ചുവട് വെക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം കുടുംബാംഗങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അത് ശരി, കൊട്ടാരത്തിനകത്തും പ്രതിരോധമായോ? ഉണ്ണി തെറ്റിദ്ധരിക്കരുത്. ഉണ്ണി, ആർക്കാണ് ഈ കത്തെഴുതുന്നത്? മദ്രാസി ഗവർണർക്ക്. ഈ മാനസികാവസ്ഥയിൽ അങ്ങ് കത്തെഴുതുകയാണെങ്കിൽ അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയുള്ളൂ. ഗുരുനാഥൻ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഉണ്ണി, റെസിഡന്റിനെ പിണക്കരുത്. ഇളയമേ, നാം ഭരണമേറ്റ കാലം മുതൽ കേൾക്കുന്ന പല്ലവിയാണിത്. ഉണ്ണി, എന്താണ് ഗവർണർക്ക് എഴുതുവാൻ ഉദ്ദേശിക്കുന്നത്? കല്ലന്റെ കൊള്ളരുതായ്മകളെ കുറിച്ച്. അത് ഗവർണർ വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ? നീതിബോധമുണ്ടെങ്കിൽ വിശ്വസിക്കും. എടുത്തുചാട്ടം നാടിന് തന്നെ ആപത്താകും. ഇളയമേ, ഇളയ തമ്പുരാൻ രാജ്യം വാഴാൻ പ്രാപ്തനായിരിക്കുന്നു. നാം വാസ്തവമായും പറയുന്നു, നമ്മെ ഈ കിരീടത്തിൽ നിന്നും ഒഴിവാക്കും, ഉത്തരത്തിന് ഏൽപ്പിക്കും. നാം ശ്രീ പത്മനാഭനെയും ഭജിച്ചുകൊണ്ട് കാലം കഴിച്ചുകൊള്ളു. ഉണ്ണി, എല്ലാവരും ഉണ്ണിയുടെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് നാം എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉണ്ണി ഉത്തരം തയ്യാറാക്കിയ കത്തിൽ തുല്യം ചാർത്തിയാൽ മതി. എല്ലാവരുടെയും ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ. എന്റെ ഉണ്ണി, ഇളയമ്മയ്ക്ക് എന്ത് സന്തോഷമായിരുന്നു. ഉത്തരം. ജ്യേഷ്ഠൻ തിരുമനസ്സുകൊണ്ട് ഇതൊന്ന് വായിച്ചു പോലും നോക്കിയില്ലല്ലോ. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാടിനെ ശ്രീ പത്മനാഭന്റെ മുന്നിൽ അല്ലാതെ ആരുടെ മുന്നിലും അടിയറവാക്കാൻ നമുക്കാവില്ല. ബന്ധങ്ങളെ നാം മാനിക്കുന്നു. എന്നാൽ അതിനേക്കാൾ നാം മാനിക്കുന്ന ചില തത്വങ്ങളുണ്ട്. അത് ബലി കഴിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ശ്രീ പത്മനാഭ, അങ്ങയുടെ ദാസനും മതിയായി. വംശം പതിച്ചുവന്ന ഈ അലങ്കാരങ്ങൾ ഇനിയും പേരാൻ നമുക്കാവതില്ല തന്നെ. നാം ഇതെല്ലാം അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ആരവരെ ഒരു പീഠം കൊണ്ടുവരൂ. ഉണ്ണി, എന്തിനുള്ള പുറപ്പാടാണിത്? ഇതാ തിരുവിതാംകൂറിന്റെ രാജചിഹ്നമായ കിരീടം എന്റെ ശ്രീപത്മനാഭ, സന്തോഷത്തോടെ സമർപ്പിക്കുന്നു. ഉടവാൾ. ജ്യേഷ്ഠ, അരുത്. രാജരക്ഷയുടെ പ്രതീകം, തിരുവിതാംകൂറിന്റെ അഭിമാനം കാക്കുവാനുള്ള പടവാൾ. ഇനി ഇതൊരു അലങ്കാര വസ്തുവായി കൊണ്ടു നടക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. മാപ്പ് ശ്രീ പത്മനാഭ, മാപ്പ്. കാലം തെളിയിക്കട്ടെ. ഈ ഗർഭശ്രീമാന്റെ ഭരണകാലഘട്ടം ജയമോ